ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ, എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. സെവൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരത്തിന് വിളയൂരിൽ വേദിയൊരുങ്ങുന്നു. പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിൽ ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന മത്സരമാണ് ഒരുക്കുന്നതെന്ന് വിളയൂർ ലക്കി സ്റ്റാർ കണ്ടേങ്കാവ് ഭാരവാഹികൾ പട്ടാമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അന്തർദേശീയ നിലവാരത്തിലുള്ള സെവൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരം നടത്തുന്നത്. പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിൽ ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടു നിൽക്കുന്നതാണ് മത്സരം. 41 മത്സരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ പട്ടാമ്പി പ്രദേശത്തെ 8 പഞ്ചായത്തുകളിൽ നിന്നും പട്ടാമ്പി നഗരസഭയിൽ നിന്നുമടക്കം 20 ടീമുകളെയാണ് പങ്കെടുപ്പിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിൽ നിന്നും വിളയൂർ പഞ്ചായത്തിൽ നിന്നും 3 ടീമുകൾ വീതവും വല്ലപ്പുഴ, കുലുക്കല്ലൂർ, കൊപ്പം, തിരുവേഗപ്പുറ, മുതുതല, പരുതൂർ, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തിൽ നിന്നുമായി 2 ടീമുകൾ വീതവുമാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത്. 4 ടീമുകൾ ഉൾപ്പെട്ട 5 ഗ്രൂപ്പുകളായിട്ടായിരിക്കും മത്സരം നടക്കുക. ഫുട്ബോൾ മേഖലയിൽ നിരവധി കളിക്കാർ വിവിധ പ്രദേശങ്ങളിലുണ്ടെങ്കിലും അവരുടെ ഒരു ഏകോപനം ഇതുവരെ സാധ്യമായിട്ടില്ല. ആ ഒരു ഏകോപനം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പട്ടാമ്പി പ്രദേശത്തെ 8 പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഉൾപ്പെടുത്തി ഒരു പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന പേരിലുള്ള ഒരു ഫുട്ബോൾ കളിക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ്. ലക്കി സ്റ്റാർ കണ്ടേങ്കാവാണ് ഈ കളിക്ക് നേതൃത്വം നൽകുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഈ കളികൾ നടക്കുക. നമ്മളെല്ലാ പഞ്ചായത്തുകളിൽ നിന്നും 2 ടീം വീതവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 ടീം വീതവുമാണ് ഈ കളിയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ മുൻകാല പരിചയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടീമുകളെ ചുരുക്കിയും ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുമാണ് ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വരും വർഷങ്ങളിൽ വിപുലമാക്കി തന്നെ നടത്തണമെന്നാണ് ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് വരികയാണ്. ഓരോ പ്രദേശങ്ങളിൽ നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ടീമുകൾക്കായിരിക്കും യഥാക്രമം പ്രീമിയർ ലീഗിൽ അവസരം ലഭ്യമാക്കുക. ഒരു ടീമിൽ കുറഞ്ഞത് 10 പേരും കൂടിയത് 15 പേരും ഉൾക്കൊള്ളണം. ടീമിൽ രജിസ്റ്റർ ചെയ്യുന്ന അംഗങ്ങൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരുമായിരിക്കണം. ടീമുകൾ അതാത് പഞ്ചായത്തിലെ ജനപ്രതിനിധിയുടെ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ ഒരു ടൂർണമെന്റ് പോലെയല്ല നമ്മൾ പ്രീമിയർ ലീഗ് ഉണ്ടാവുക. പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവൽ, നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അതേ നിലവാരത്തിലാണ് നമ്മൾ ഈ പ്രീമിയർ ലീഗിനെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതിലെല്ലാം ഈ കളികളെല്ലാം ലൈവായി കാണാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ടാവും. പ്രീമിയർ ലീഗിന്റെ ലോഗോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ പ്രകാശനം നിർവഹിച്ചു. തഹസിൽദാർ TP കിഷോർ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം. ഇതിനു മുന്നോടിയായി ഈ മാസം 13-ന് വൈകുന്നേരം 5 മണിക്ക് വിളയൂർ പേരടിയൂർ നളന്ദ ഓട്ടോത്തിൽ വെച്ച് സംഘാടന സമിതിയും രൂപീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ഭാരവാഹികളായ P സലീം മാലിക്, KT മുഹമ്മദ് അസ്ലം, PT അബ്ദുൽ സമദ്, MC ഷാക്കിർ, C മുസ്തഫ, K അനൂപ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പ്രധാനമായിട്ടും നമ്മൾ ഈ കളി നടത്താൻ ഉദ്ദേശിക്കുന്നത് വിളയൂർ മലബാർ സ്പോർട്സ് പാർക്കിൽ വെച്ചിട്ടാണ്. വിളയൂരിൽ ഈ കളി നടത്താനുണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വന്തമായിട്ടൊരു കളിസ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായി ആദ്യം ഒരു കണ്ടേങ്കാവ് പ്രീമിയർ ലീഗ് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചായത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പട്ടാമ്പി പ്രീമിയർ ലീഗ് എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. വരുന്ന 13-ാം തീയതി നമ്മളിതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടന സമിതി നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ പട്ടാമ്പി MLA ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്.